ഒരു വർഷം ദാന്ന് പറഞ്ഞങ്ങ് പോയി അല്ലേടാ? ജോയിയേട്ടാ പറയൂ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പല പദ്ധതികളും പാളി. ശരിയാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നു. എന്റെ കയ്യിലൊരു പദ്ധതി ഇപ്പോൾ ഉണ്ട്. മിണ്ടരുത് നീ. നിന്റെ 2 മികച്ച പദ്ധതികളാണ് പൊട്ടി പാളിസായി കിടക്കുന്നത്, അറിയാലോ? എന്തോ നീ ആദ്യം പറഞ്ഞെന്തോ? ജോയിയേട്ടാ ആക്രി ബിസിനസ് സൂപ്പറാണ്, ദേശസ്നേഹമാണ്, ഇഷ്ടംപോലെ പൈസ വരുമെന്ന്. നിന്റെ വാക്കും കേട്ടോണ്ട് പുറപ്പെട്ട എനിക്ക് അവിടെ പൊതുസ്ഥലത്ത് ആക്രി കൊണ്ടിട്ടെന്ന് പറഞ്ഞപ്പോ കേസ് എത്രയാണ്? 3 എണ്ണമാണ് കിടക്കുന്നത്. പിന്നെ രണ്ടാമത് നീ എന്തോ പറഞ്ഞേ? ദാസൊരു വിജയം തോറ്റിട്ട് നമുക്ക് വിജയിക്കണം ജോയിയേട്ടാ, വിജയിക്കണം ജോയിയേട്ടാ. അത് പാല് ബിസിനസ് ഒരൊറ്റ മെഷീൻ വാങ്ങി തന്നാ മതി. അറിയാലോ, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആക്രി വിലക്ക് തൂക്കിയിട്ടത്. നിന്റെ ഒരു പദ്ധതി ഇത് ഞാൻ എടുക്കത്തില്ല ജോയിയേട്ടാ. പറ. ഈ പദ്ധതി അങ്ങനെ അല്ല ജോയിയേട്ടാ. പിന്നെ ഇതിന് ഉറപ്പുണ്ട്. ജോയിയേട്ടാ എന്ന് പറഞ്ഞില്ലേ, സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ ഭയങ്കര സേഫ് ആവും, ഇത്ര റിസ്ക് ഇല്ല എന്നൊക്കെ ആണ്. അതിന്റെ പേര് ജോയിയേട്ട എന്നെയും കൂടെ കൊണ്ടുപോയി ഒരു പരീക്ഷ എഴുതി ഓർമ്മയില്ല? LSDI SI ഒക്കെ പ്രിലിമിനറി പരീക്ഷ എഴുതിയായിരുന്നു. നമ്മൾ ജയിച്ചല്ലോ. അതിന്റെ മെയിൻസ് പരീക്ഷ വന്നിട്ടില്ലേ? അത് പാടാണോ? സിലബസ് ഒക്കെ ടഫാണ്, നടക്കും. എന്റെ ജോയിയേട്ട അല്ല, ഈ മത്സര പരീക്ഷാ രംഗത്തെ പഠന രീതിക്ക് തന്നെ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു കൂട്ടർ ഇപ്പൊ കേരളത്തിലുണ്ടല്ലോ. സൈലം BSc അല്ലേ? അതന്നെ. അവരിപ്പോ ഈ LSDയുടെ SIയുടെ ഒക്കെ മെയിൻസിന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, അതും സ്പെഷ്യൽ ടോപ്പിക് അടക്കം. ആണല്ലോ. അപ്പൊ പിന്നെ ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം. നല്ല എഫേർട്ട് അവര് തന്നെ തരും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറി ഒന്ന് പഠിച്ചു കൊടുത്തേച്ചാ പോരെ. ജോയിയേട്ടന് ഞാൻ ഉണ്ടാക്കിയ നഷ്ടം ഇപ്രാവശ്യം പരിഹരിക്കും. എങ്ങനെ? അവിടെ ഇപ്പൊ 10% ഓഫർ ഉണ്ട് എല്ലാ കോഴ്സിനും. ആ പരീക്ഷ എങ്ങാനും കിട്ടിയാൽ എന്റെ ജോയിയേട്ടാ പിന്നെ നമ്മൾ ആരാ? LSDI സെക്രട്ടറി SI. Wow, just imagine.